എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഹോട്ടലിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. മുട്ട റോസ്റ്റാക്കി എടുക്കണം. വെള്ളം കുറച്ച് ചേർത്ത് റോസ്റ്റാക്കി എടുക്കാം. അങ്ങനെ വേണ്ടവർക്ക്, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ചാറാക്കി എടുക്കണേ അങ്ങനെ ചെയ്യാം. ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി. അധികം ചേരുവകളൊന്നും ചേർക്കാതെ തയ്യാറാക്കിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഹോട്ടലിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന പോലത്തെ നല്ല കുറുകിയ ചാറോടുകൂടി ഇരിക്കുന്ന ഒരു മുട്ട റോസ്റ്റാണ്. അതിപ്പോൾ ചാറ് വേണമെങ്കിൽ ചാറായിട്ടും ചെയ്യാം. അപ്പോൾ അതിന് ആവശ്യമുള്ള 2 സവാള, മീഡിയം സൈസ് 2 സവാള, 2 പച്ചമുളക്, കറിവേപ്പില, 3 മുട്ടയാണ് എടുത്തേക്കണേ. മുട്ട പുഴുങ്ങിയത്, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഞാൻ പൊട്ടിച്ച് വെച്ചതാണ്, 2 ഗ്രാമ്പു, 1 ഏലക്കായി. ഇത് പൊടിച്ച് ചേർക്കണം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ചേർത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ നമുക്ക് ഈ സവാളയും പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം. സവാള ഒരുവിധം ആടി. ഇതിലേക്ക് മസാലയായിട്ട് ചേർക്കണത് ആ കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും മാത്രമേ ചേർക്കണുള്ളൂ. വേറെ മസാലപ്പൊടി ഒന്നും ചേർക്കണില്ല. പിന്നെ ഇത് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും മറ്റേ ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും വാടിയാൽ മതി, ഒരുപാട് വഴണമെന്നില്ല. ഇനി മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കൊഴുപ്പിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് 1 ടീസ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം എടുത്ത് കലക്കിയിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ട് കലക്കിയിട്ട് പാകം കാണിച്ചു തരാം. 1 സ്പൂണ് പൊടി, 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുത്താൽ മതി. ഹോട്ടലിലൊക്കെ കിട്ടുന്ന മുട്ടക്കറിയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും ഈ കടലമാവ് ചേർത്തിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കടലമാവ് ചേർത്തിട്ട് ഉണ്ടാക്കിക്കൊടുക്കും, നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കടലമാവിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനൊരു ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചച്ചോവ മാറ്റിയെടുക്കണം കടലമാവിൻ്റെ. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ പച്ചച്ചോവയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, റോസ്റ്റാക്കി എടുക്കാനാണെങ്കിൽ അങ്ങനെ അധികം വെള്ളം വേണ്ട. ചാറ് വേണമെങ്കിൽ കുറച്ച് ചാറിൽ ഇവിടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ തിളച്ച് ചാറിന് കുറുകി വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഗ്രാമ്പൂ, കറുകപ്പട്ട, ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഞാൻ വെറുതെ കല്ലിൽ വെച്ച് പൊടിച്ചതാണല്ലോ, 1 കഷ്ണമൊക്കെ ആയിട്ട് മിക്സിയിൽ പൊടിയില്ലല്ലോ.
ഇനി ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട അതിങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലിട്ടൊന്ന് വറുത്തെടുത്താലും നല്ലതാണ്. വറുത്ത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ചാറ് പുട്ടിനൊക്കെ ആകുമ്പോൾ ചാറ് കുറച്ച് നീട്ടിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ അധികം ചാറ് വേണ്ടല്ലോ. ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ അധികം ചാറില്ലാണ്ട് എടുക്കാൻ മതി. 5 മിനിറ്റ് തീ കുറച്ച് വയ്ക്കാം. നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര, ഒരു നുള്ളു മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, അധികം മസാലയും ചേർക്കാതെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറി റെഡിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. താങ്ക്